ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഫയൽ എങ്ങനെ നമുക്ക് കാണാം, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ മൈ ഫയൽസ് ഫോൾഡർ എടുക്കുക. അതിൽ നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക. അപ്പോൾ ഏത് ഡിവൈസിലാണോ ആ ഡിവൈസിനനുസരിച്ച് നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക. ഇനി നമുക്ക് നമ്മളെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് എടുത്തിട്ട് അതിൽ മീഡിയാസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. മീഡിയ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ടോപ്പിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ ഷോ ഹിഡൻ സിസ്റ്റം ഫയൽസ് എന്ന് കൊടുക്കാം. അതിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോ ഹിഡൻ ഫയൽസ് എന്ത് ചെയ്യുക, എനേബിൾ ആക്കി കൊടുക്കുക. അത് സെറ്റിങ്സിലോ അല്ലെങ്കിൽ നേരെ തന്നെ കിട്ടും. പല ഫോണിലും ചെറിയ ചേഞ്ചസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ കണ്ടോ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഫോൾഡർ നമുക്ക് ഹൈഡായിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഫയൽ കംപ്ലീറ്റ് ഇതിലുണ്ടാവും. മീഡിയ ഫയലും MP4 JPG. അപ്പോൾ ഇതുമേ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യുക, കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യുക, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഫയൽ നമ്മൾ മൊബൈലിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, വാട്സപ്പ് മീഡിയ എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഷോ ഹിഡൻ ഫയൽ എനേബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൾഡർ ഇവിടെ കാണാൻ പറ്റും. ഈ ഫോൾഡറും ഈ ഫോൾഡറും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ഓക്കെ, താങ്ക് യു.